ഈ വർഷത്തെ നാഫ നോർത്ത് അമേരിക്കൻ ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചു. ബെസ്റ്റ് ആക്ടർ നിവിൻ പോളിയും ബെസ്റ്റ് ആക്ട്രസ് മഞ്ജു വാര്യരും. നിവിൻ പോളിക്ക് ആക്ഷൻ ഹീറോ ബിജു ആൻഡ് ജേക്കബിന്റെ സ്വർഗരാജ്യമാണെങ്കിൽ മഞ്ജു വാര്യർക്ക് വേട്ട ആൻഡ് കരിങ്കുന്നം സിക്സേഴ്സിലെ അഭിനയത്തിനാണ് അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് മൂവി അവാർഡ് മഹേഷിന്റെ പ്രതികാരത്തിനു കിട്ടി. കമ്മട്ടിപ്പാടം സിനിമ ഡയറക്ഷനും ബെസ്റ്റ് ഡയറക്ടറായി രാജീവ് രവിക്കും അവാർഡ് കിട്ടി. ന്യൂ സെൻസേഷണൽ ഹീറോ ടൊവിനോ, ന്യൂ സെൻസേഷണൽ ഹീറോയിൻ അവാർഡ് അപർണ ബാലമുരളിക്കും ഡെബ്യൂ ഡയറക്ടർ ദിലേഷ് പോത്തൻ, മ്യൂസിക് ഡയറക്ടർ അവാർഡ് ബിജി പാലിനും കിട്ടി. നോർത്ത് അമേരിക്കയിലെ മലയാളീസിൽ നടത്തിയ ഒരു ഓൺലൈൻ പോളിലൂടെയാണ് ഈ അവാർഡ്സ് ഡിസൈഡ് ചെയ്തത്. ഈ വർഷം ജൂലൈയിൽ ഈ അവാർഡ്സ് കൊടുക്കും. ബെസ്റ്റ് ഹീറോ മാത്രമല്ല ആക്ഷൻ ഹീറോ ബിജുവിന് കിട്ടിയത്. ബെസ്റ്റ് സിംഗറായി വാണി ജയറാമും ബെസ്റ്റ് ക്യാരക്ടർ ആക്ടർ ജോജു ജോർജിനും ആക്ഷൻ ഹീറോ ബിജുവിലൂടെ അവാർഡ്സ് കിട്ടി. മലയാളം ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് മൂവീസ് ആൻഡ് പെർഫോമേഴ്സിനെ ഹോണർ ചെയ്യാൻ വെക്കുന്ന ഈ ഫംഗ്ഷൻ യൂഷ്വലി താരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. മറ്റ് അവാർഡുകൾ കിട്ടിയ ബിജു മേനോൻ, അജു വർഗീസ്, വിനയ് ഫോർഡ്, രഞ്ജി പണിക്കർ, ആശാ ശരത്, നീരജ് മാധവ്, അബ്രിജ് ഷൈൻ, രാജീവ് രവി, ഉണ്ണി മേനോൻ, വിനായകനും ഈ ചടങ്ങിൽ ന്യൂയോർക്കിൽ ഉണ്ടാവും. മറ്റൊരു ന്യൂസും ഇന്ന് നമ്മൾ പറയാനുണ്ട്. ഡെബ്യൂ ഡയറക്ടർ ഗൗതം രാമചന്ദ്രൻ ചെയ്യുന്ന യൂത്ത് സ്റ്റാർ നിവിൻ പോളിയുടെ തമിഴ് സിനിമ റിലീസിനൊരുങ്ങുന്നു. ഈ സിനിമയ്ക്ക് ഒരുപാട് നെയിം സജഷൻസ് ഉണ്ടായിരുന്നു. അവർഗൽ, സാന്റാ മറിയ, അങ്ങനെ പലതും. അവസാനം തീരുമാനിച്ചത് റിച്ചി എന്നാണ്. ഈ സിനിമയിൽ നിവിന്റെ ക്യാരക്ടറുടെ പേരാണത്രേ റിച്ചി എന്ന്. ഡയറക്ടർ ഗൗതം തന്നെയാണ് ഇത് അനൗൺസ് ചെയ്തത്. റിച്ചിയുടെ ടൈറ്റിൽ ഡിസൈനും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഉടൻ തന്നെ റിലീസാവും. ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഇപ്പോൾ ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നിവിൻ തന്നെയാണ് ഈ സിനിമയിൽ തനിക്ക് ഡബ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം തമിഴിൽ ഡബ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് സമയമെടുത്ത് സാവകാശമാണ് നിവിൻ ഇത് ചെയ്യുന്നത്. 75% ഡബിംഗ് വർക്ക് കഴിഞ്ഞെങ്കിലും റിച്ചി ഏപ്രിൽ മെയ്യിൽ റിലീസാവും എന്നാണ് തോന്നുന്നത്. സൂപ്പർ ഹിറ്റ് കന്നഡ സിനിമ ഉള്ളിഡവരു കണ്ടന്തയുടെ റീമേക്കാണ് റിച്ചി. ഇതിൽ നിവിൻ നട്ടി, അക്ക, നട്രാജൻ എന്ന 2 ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത്. പ്രേമത്തിന്റെ സൂപ്പർ സക്സസിനു ശേഷം തമിഴ്നാട്ടിൽ നിവിനും വലിയ ഫാൻ ബേസ് തന്നെയുണ്ട്. മലയാളം ആൻഡ് തമിഴ് ഓഡിയൻസ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് റിച്ചി. ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ലാലേട്ടിന്റെ മമ്മൂക്കയുടെ കൂടെയൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ പോകും. അങ്ങനെ അത് എനിക്ക് കിട്ടണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു വലിയ നഷ്ടമായി പോവും.